അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒലയത്തിൻ്റെ കുറച്ച് ഇറച്ചിയും അതേമാതിരി കയ്യും കാലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കയ്യും കാലൊക്കെ ഞാനൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ചെറിയ ചെറിയ രോമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞ് അന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഒലയത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടിയപ്പോൾ അത് നമുക്ക് എന്താ പറയുക വരട്ടി വെക്കുക അല്ലെങ്കിൽ കറി വെക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ അരിഞ്ഞൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂപ്പ് വെക്കാനാണ് നമ്മൾ കയ്യും കാലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് എൻ്റെ ഉപ്പച്ചിയാണ് എപ്പോഴും വറവിനും കാര്യത്തിനൊക്കെ എപ്പോഴും കൂടാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കയ്യും കാലും തലച്ചോറും ഒക്കെ കൊണ്ടുവരലുണ്ട്. കൊല്ലം നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കയ്യും കാലും ഉണ്ട്. പിന്നെ തലച്ചോറ് ഇട്ടിട്ടുണ്ട്, അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരു ദിവസം ഉണ്ടാക്കണം. പിന്നെ ഇനി നമ്മൾ അത് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അടുപ്പത്ത് നമ്മൾ സൂപ്പാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഒക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞളും ഉപ്പും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒന്ന് വേവിക്കട്ടെ. പിന്നെ നമ്മൾ അതിന് ശേഷം ബാക്കിയുള്ള ഇറച്ചിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിന്നെ വെറും ചോറാണ് കേട്ടോ വെക്കുന്നത്. പെരുന്നാളിൻ്റെ അന്ന് തന്നെ ബിരിയാണിയൊക്കെ തിന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വെറും ചോറ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെറും ചോറും മത്തൻ്റെ ഇല താളിച്ചതും പിന്നെ ബീഫ് കറിയും അല്ലെങ്കിൽ വരട്ടിയതും എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുപ്പ് ഈ ഒരു രീതിയിലാണ് കേട്ടോ. നമ്മുടെ ടാറിൻ്റെ ടിന്നുണ്ടല്ലോ, റോഡ് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ടാറ്, അതിൻ്റെ ടിന്ന് വരില്ലേ, അപ്പോൾ അത് പകുതി മുറിച്ചിട്ട് അതിൽ മണ്ണ് ഇട്ടിട്ട് അതിൽ അടുപ്പുണ്ടാക്കിക്കാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് കത്തുന്നുണ്ട്. പക്ഷെ ഒരടുപ്പാണെന്നുള്ള മറ്റേ കുറവേ ഇതിനുള്ളൂ കേട്ടോ. എന്നാലും കത്തുകയാണെങ്കിൽ നന്നായിട്ട് കത്തും ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ള അടുപ്പും ഇതേമാതിരി തന്നെ, പക്ഷെ ഇത്ര ഹൈറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ നന്നായിട്ട് കത്തും അത്. അപ്പോൾ ഞാൻ വെറും ചോറ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഐസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐസൊക്കെ ഇതേപോലെ വെടിയിച്ചിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ 2-3 ദിവസം ഇവിടെ നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഉമ്മച്ചി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഉമ്മച്ചി, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മച്ചിനിപ്പ ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ അവിടെയാണുള്ളത്. ഇവിടെ ഇപ്പം ഞാനും മക്കളും നാത്തൂനും ഉപ്പച്ചിയും ആങ്ങളയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് എല്ലാം ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. അപ്പം ഞാനിതാ നല്ലതൊക്കെ നോക്കി അങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. എല്ല് വേറെ ഇറച്ചി വേറെ ആക്കിയിട്ട്. അപ്പം ഇന്ന് മനുവിൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഓർമ്മയായത്. അപ്പം നാത്തൂന് ബിസ്ക്കറ്റും അതേമാതിരി മുട്ടയുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങി ഒക്കെ കൊടുത്ത് അവൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ആ കേക്ക്. അപ്പോൾ അത് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. രാത്രിയാണ് ആയത് കേട്ടോ. ചോറൊക്കെ തിന്നതിന് ശേഷമാണ് ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടി നിന്ന്. പിന്നെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും തീറ്റ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ കിടന്നു കേട്ടോ. കാണുമ്പോൾ അങ്ങനെ ഞാൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഞങ്ങൾ കുട്ടികളൊക്കെ ഒന്ന് കൂട്ടിട്ടോ, ഉള്ളി തൊലിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അവർ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അപ്പോൾ മനു തക്കാളി ഞാൻ മുറിക്കുക എന്നൊക്കെ പറഞ്ഞ് ക്യാമറയൊക്കെ ഓണാക്കി വെച്ചിട്ട് പിന്നെ തക്കാളിയൊക്കെ ഒന്ന് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മുറിക്കുകയാണ്. അപ്പോൾ മറ്റവൻ വന്നിങ്ങനെ നോക്കി കേട്ടോ, പിന്നെ എന്താ കാട്ടുന്നത് എന്നൊക്കെ. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് വലിയ ക്ലിയർ ആയിട്ടില്ല. എന്താ വെച്ചാൽ തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ. ക്യാമറ തുറക്കാനൊന്നും ഒന്നും നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ല എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റാണ് ആൾക്ക്. ഓൻ്റെ ഫോട്ടോ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ഫോൺ കൈ കിട്ടിയതിൽ ഭയങ്കര ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതവന് തക്കാളിയൊക്കെ മുറിക്കാനും പിന്നെ എല്ലാത്തിനും കൂടി ഇട്ടു, അടിച്ചു വരാനും പാത്രം കഴുകാനും ഒക്കെ കൂടി തരും. അതുകൊണ്ട് തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. കൂടുതലായിട്ട് എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാനവരെ വിളിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ സ്കൂൾ 4-ാം തീയതിയാണ് കേട്ടോ ഇവിടെ തുറക്കുക. അപ്പം പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ പിന്നെ ഓരോന്നിനും കിട്ടില്ല. അങ്ങനെ സ്കൂളിൽ പോകണ വരെ അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ തല്ലുകൂടലൊക്കെ കുറേയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. ഭയങ്കര തല്ലുകൂടലാണ്
മിനിറ്റിന് വരെ കച്ചറ തീർക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ മദ്രസ 2-ാം തീയതി തുറക്കും, സ്കൂൾ 4-ാം തീയതി തുറക്കും കേട്ടോ. മദ്രസ ബലിപെരുന്നാളിൻ്റെ ലീവ് എന്ന ഒരു 10 ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ പുരയിൽ ഉമ്മച്ചില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ആരൊക്കെയോ ഇല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഉമ്മച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരാനേ തോന്നില്ല. ഭയങ്കര ഒരു വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ്, ഉമ്മ ഇല്ലാതെ വീട്ടിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല കേട്ടോ. അങ്ങനൊരു ഇതാണ്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. രാവിലെ 4:30 ബസ്സിന് ഞങ്ങൾ പോയിട്ട് പുലർച്ചത്തേക്കുള്ള. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം വരാറൊക്കെ ആയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് തന്നെ ആയതുകൊണ്ട് ഭയങ്കര കഷ്ടമാണ്. എല്ലാത്തിനും നമ്മൾ തന്നെ ഓടും വേണമല്ലോ. അപ്പോൾ അവിടുന്ന് എന്താ പറയുക, ഹോസ്പിറ്റൽ മാറ്റി ബത്തേരിയിലേക്കൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ ഉള്ള ഐഡിയയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വയ്യാണ്ടായി. പിന്നെ അതൊക്കെ ഒന്ന് റെഡി ആവട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഓരോ വിശേഷങ്ങൾ. എൻ്റെ തക്കാളി ഏരിയയിൽ ഇനിയും കഴിഞ്ഞിട്ടില്ല. മെല്ലെ മെല്ലെ ക്യാമറയിൽ നോക്കിയിട്ടൊക്കെയാണ് അരിയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര നേരം. ഞാനെപ്പോഴും മല്ലിപ്പൊടി വറുത്തിട്ടാണ് കേട്ടോ ബീഫൊക്കെ ഉണ്ടാക്കുക. ബീഫെന്നല്ല, ചിക്കനാണെങ്കിലും മല്ലിപ്പൊടി എപ്പോഴും വറുക്കും കേട്ടോ. വറുത്തിട്ടേക്കും ചിലപ്പോൾ പൊടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാകും. എന്നാലും എനിക്കൊന്ന് വറുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഉരുളക്കിഴങ്ങും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും മുളകും മഞ്ഞളും ഉലുവയും അതേമാതിരി പിന്നെ ജീരകം, വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് മല്ലിപ്പൊടി ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മനുവാണ് ഇട്ട് എടുക്കുന്നത്, ഞാനല്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വിറയൽ വീഡിയോക്ക്. പിന്നെ ഞാനതൊക്കെ ഒന്ന് ഏജ് കൂട്ടിയൊരു വീഡിയോ ആക്കിയിട്ട് ഇട്ടതാണ്. നോക്ക്